ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകങ്ങൾ 21-22. യദ്യ ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവ്യാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവ്യാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ശ്രേഷ്ഠ ജനങ്ങളുടെ പ്രവൃത്തികളെ മറ്റുള്ള ജനങ്ങൾ അനുകരിക്കുന്നു. അവർ എന്തു ചെയ്യുന്നുവോ അത് തന്നെ മറ്റുള്ളവരും ചെയ്യുന്നു. ശ്രേഷ്ഠന്മാർ എന്താണോ പ്രമാണമായി സ്വീകരിക്കുന്നത് അതുതന്നെ മറ്റുള്ളവരും അനുകരിക്കുന്നു. അതുകൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം നേടിയവർ കൂടിയും ലോകർക്ക് അനുകരിക്കത്തക്ക വിധം നിരന്തരം കർമ്മനിരതരായിരിക്കണം. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ തെറ്റായി ഒന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ ശ്രേഷ്ഠ ജനങ്ങൾ തെറ്റായി ഒന്നും പറയാൻ പാടില്ല. അവര് നമ്മൾക്ക് വേണ്ടത് വേണം പറഞ്ഞു തരാൻ. അന്ധവിശ്വാസങ്ങളിലൂടെ ഇപ്പോൾ പലരെയും വഴിതെറ്റിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ശ്രേഷ്ഠ ജനങ്ങൾ പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയുകയാണ്. ഭരണാധികാരി, നേതാവ്, ആചാര്യന്മാർ, പിതാവ് എന്നിങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലും ശ്രേഷ്ഠരായി കരുതപ്പെടുന്നവരെ മറ്റുള്ളവർ അനുകരിക്കും. സമൂഹത്തിന് മാർഗദർശികളാകേണ്ട ഇത്തരക്കാർ മാതൃകാപരമായ ജീവിതം വേണം നയിക്കാൻ. പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾക്ക് ഇത്തരം ശ്രേഷ്ഠജനങ്ങൾ അടിമകളായി തീർന്നാൽ അത് സമൂഹത്തിന്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഒരുങ്ങുന്നവർ ഉപദേശിക്കുന്ന തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. തനിക്ക് പ്രയോഗത്തിൽ വരുത്താനാകാത്ത കാര്യങ്ങൾ ഉപദേശിക്കരുത്. ഉപദേശിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിർബന്ധമായി അനുഷ്ഠിക്കുകയും വേണം. സാമാന്യ ജനങ്ങൾ ധർമ്മരഹസ്യത്തെക്കുറിച്ചും ധർമ്മസ്വരൂപത്തെക്കുറിച്ചും അജ്ഞരാണ്. അതേസമയം സമൂഹത്തിന്റെ അംഗീകാരം നേടിയ വ്യക്തികളുടെ പ്രവൃത്തികളെ അവർ അനുകരിക്കുന്നു. പോരിനൊരുങ്ങി നിൽക്കുന്ന സാമാന്യ ജനങ്ങളിൽപ്പെട്ട പടയാളികൾ അർജുനനെ ശ്രേഷ്ഠനായി കരുതുന്നുണ്ടാവും. അവർ അർജുനന്റെ പ്രവൃത്തികളെ അനുകരിക്കാനും ഒരുങ്ങിയേക്കും. സ്ഥിതപ്രജ്ഞത്വം നേടിയെന്ന് അഭിമാനിക്കുന്ന അർജുനനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അനാവശ്യമായേക്കാം. ആ വിചാരത്തോടെയാണെങ്കിലും അർജുനന്റെ അകർമ്മണ്യതയെ അനുകരിക്കാൻ ഒരുങ്ങുന്നത് സമൂഹത്തിന്റെ ശ്രേയസിന് ഹാനികരമായേക്കും. മറ്റുള്ളവർ തന്നെ അനുകരിച്ചേക്കുമെന്ന സത്യം ചിന്തിച്ചിട്ടായാലും അർജുനൻ ക്ഷത്രിയധർമ്മമായ യുദ്ധത്തിൽ അടിപതറാതെ നിൽക്കേണ്ടതാണ്. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, എന്റെ കാര്യം തന്നെ ഒന്ന് നോക്കൂ. എനിക്ക് ഈ 3 കാര്യങ്ങളിലും കർത്തവ്യമായി ഒന്നും തന്നെയില്ല. എനിക്ക് ഒന്നും തന്നെ നേടാനുമില്ല. ഞാൻ എല്ലാം നേടിയിട്ടുമുണ്ട്. എങ്കിലും ഞാൻ കർമ്മങ്ങളിൽ ഉദാസീനനാകുന്നില്ല. എന്റെ അമാനുഷ പ്രഭാവങ്ങൾ നിനക്കറിയാം. ആ സ്ഥിതിക്ക് എനിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നുകൂടെ? എങ്കിലും ഞാൻ എല്ലായ്പ്പോഴും കർമ്മങ്ങളിൽ മുഴുകിക്കഴിയുന്നു. വേദങ്ങളിലെ വിധിനിഷേധങ്ങൾ എനിക്ക് ബാധകമാകുന്നേയില്ല. ഞാൻ അവയ്ക്കെല്ലാം അധീനനാണ്. എന്നുവരികിലും ഞാൻ നിരന്തരം കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നത് നീ കാണുന്നില്ലേ? ഇവിടെ ഭഗവാന്റെ കഥ പറഞ്ഞിട്ട് ഭഗവാൻ അർജുനനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. പൂർണ്ണമായും സ്ഥിതപ്രജ്ഞത്വം നേടാൻ ഭഗവാന് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ജീവിതം കർമ്മബഹുലമാണ്. കർമ്മങ്ങളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം ധർമ്മ സംരക്ഷണമാണ്. ഈ വിധം വിവിധ വ്യാപാരങ്ങളിൽ മുഴുകിയിട്ടും ആ ജീവിതത്തിൽ ദുഃഖമോ നൈരാശ്യമോ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ധർമ്മരക്ഷണ വിഷയത്തിലെ നിഷ്പക്ഷതയും നിസ്സംഗത്വവുമാണ് അതിന് കാരണം. സുഹൃത്തായും മനുജനായും ജ്യേഷ്ഠനായും ഭക്തനായും എല്ലാം ഭഗവാനോട് അടുത്ത് ഇടപഴകിയിട്ടും പാർത്ഥന് ആ വ്യക്തിത്വത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ സ്വന്തം ജീവിതം തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഗുരു സ്വയം അനുഷ്ഠിച്ചിട്ട് കാട്ടുന്ന ചര്യയെ അനുകരിക്കാൻ ശിഷ്യന് പ്രയാസമുണ്ടാകുകയില്ല.
ലോകക്ഷേമത്തിനു വേണ്ടി താൻ കർമ്മനിരതനാകാതിരുന്നാൽ ഉണ്ടായേക്കാവുന്ന സ്ഥിതിവിശേഷം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞുകൊടുക്കുന്നു. ഈ 2 ശ്ലോകങ്ങളുടെ വാക്കർത്ഥം കൂടി നമുക്ക് നോക്കിയാലോ. യദ്ധ്യ ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠഃ പ്രമാണിത്തമുള്ളവൻ, യത് യാതൊന്നൊക്കെ, ആചരതി പ്രവർത്തിക്കുന്നുവോ, ഇതരഹ ജനഃ മറ്റുള്ള ആളുകളും, തത്തത് ഏവ അതൊക്കെ തന്നെ, ആചരതി പ്രവർത്തിക്കുന്നു, സഹ സഖയെന്നാൽ അവനെന്നും അദ്ദേഹമെന്നും ഒക്കെ അർത്ഥമുണ്ട്, യത് യാതൊന്നിനെ, പ്രമാണം ഗുരുതേ തെളിവായി സ്വീകരിക്കുന്നുവോ, ലോകഃ ലോകർ, അനുവർത്തതേ പിന്തുടരുന്നു. 22 ശ്ലോകം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവ്യാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. പാർത്ഥ, ഹേ അർജുന, മേ എനിക്ക്, ത്രിഷു ലോകേഷു 3 ലോകങ്ങളിലും, കർത്തവ്യം കരണീയമായിട്ട്, കിഞ്ചന ഒന്നും, ന അസ്തി ഇല്ല, അനവ്യാപ്തം നേടിയിട്ടില്ലാത്തതും, അവാപ്തവ്യം നേടേണ്ടതും, ന എന്നാൽ ഇല്ല, കർമ്മണി ഏവ കർമ്മത്തിൽ തന്നെ, വർത്തേ ജ വർത്തിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ.